ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലെ കുക്കിംഗ് അറ്റ് മേഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈസി ബ്രെഡ് പുഡിംഗ് ആണ്. ഇത് നമുക്ക് ബ്രെഡ് പൊടിച്ചതും കസ്റ്റർഡ് പൗഡറും പാലും പഞ്ചസാരയും കൂടെ കുറുക്കിയെടുത്ത് അതിനുശേഷം പഞ്ചസാര കാരമലൈസ് ചെയ്തതിലേക്ക് ഇട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതാണിത്. ഇത് പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്തെടുത്താണിത്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡ് കഷ്ണങ്ങൾ ഒരു ചോപ്പിംഗ് ബോർഡിൽ വെച്ച് അതിന്റെ ബ്രൗൺ കളറിലെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റണം. ഇനി ബ്രെഡ് കഷ്ണങ്ങളൊന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അതിനുശേഷം മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ഈ ബ്രെഡ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ബ്രെഡ് കഷ്ണങ്ങൾ ഈ കാണുന്ന പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് പുഡിങ്ങിന് ആവശ്യമുള്ള പാലാണ്. ഞാനിവിടെ 2 കപ്പ് പാലാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 250 ml കപ്പാണ്. അപ്പോൾ മൊത്തം ഒരു 500 ml പാലാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് 1/2 കപ്പ് പാലൊഴിച്ച് നന്നായിട്ട് കട്ടയില്ലാതെ കലക്കിയെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കസ്റ്റർഡ് പൗഡർ നല്ല കട്ടയില്ലാതെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ പാലും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. ഇത് പുഡിംഗ് ഉണ്ടാക്കാനുള്ള പാത്രമാണ്. ഇതിൽ തന്നെയാണ് ഞാൻ പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നത്. ഈ പാത്രത്തിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് സ്റ്റവിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് കാരമലൈസ് ചെയ്തെടുക്കണം. ഇപ്പോൾ പഞ്ചസാര ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ ഇളക്കി ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം. ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ച് വഴറ്റണം, അല്ലെങ്കിൽ പെട്ടെന്ന് പഞ്ചസാര കരിഞ്ഞു പോകും. ഇപ്പോൾ പഞ്ചസാര ഈ കാണുന്ന പോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പാത്രം സ്റ്റവിൽ നിന്ന് ഇറക്കി മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് കസ്റ്റർഡ് കുറുക്കിയെടുക്കണം. അതിനായിട്ട് കസ്റ്റർഡ് കലക്കി വെച്ചിരിക്കുന്ന പാൻ നമുക്ക് സ്റ്റവിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ കുറുക്കിയെടുക്കണം. ഇപ്പോൾ കസ്റ്റർഡ് തിളച്ച് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കസ്റ്റർഡ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ബട്ടർ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കസ്റ്റർഡ് നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. പല പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ബ്രെഡ് പൊടിച്ചത് മുഴുവനും ഇട്ട് കഴിഞ്ഞ് ഇത് നന്നായിട്ട് സ്പൂൺ കൊണ്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പുഡിംഗ് പാത്രത്തിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പുഡിംഗ് ഇട്ട് കൊടുക്കാം. പുഡിംഗ് ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പുഡിംഗ് പാത്രത്തില് പുഡിംഗ് ഒക്കെ ഇട്ട് നല്ലപോലെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം
ചെയ്യാനായിട്ട് ഇതുപോലെ സ്റ്റീമറിന്റെ താഴത്തെ പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കണം. അതിന്റെ മുകളിലേക്ക് അതിന്റെ തട്ട് വെക്കുക. അതിന്റെ മുകളിൽ പുഡിംഗ് പാത്രം എടുത്ത് വെച്ചിട്ട് ഇനി മൂടി കുക്ക് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള സ്റ്റീമർ ഇല്ലെങ്കിൽ നിങ്ങൾ ഇഡ്ഡലി പാത്രത്തിലോ കുക്കറിലോ ഇല്ലെങ്കിൽ പാനിലോ ഒക്കെ വെച്ച് ഇതേപോലെ സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ട് തിളച്ച് നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും സ്റ്റീമർ തുറന്ന് സ്റ്റീമറിന്റെ അടിയിലെ പാത്രത്തിൽ വെള്ളം കുറവുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. പുഡിംഗ് പാകമായിട്ടില്ല. അപ്പൊ നമുക്ക് ഒന്നും കൂടെ മൂടി വേവിക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം പുഡിംഗ് പാകമായിട്ടുണ്ടോന്ന്. ഒരു കത്തി വെച്ചിട്ട് നമുക്ക് കുത്തി നോക്കാം. പുഡിംഗ് കത്തിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലീൻ ആയിട്ട് കത്തി വന്നിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് പാത്രം പുറത്തേക്ക് എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ പുഡിംഗ് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ പുഡിംഗ് വേണമെങ്കിൽ നമുക്ക് ചൂടോടെയോ തണുപ്പിച്ചോ വേണമെങ്കിലും കഴിക്കാം. എങ്ങനെ കഴിച്ചാലും ഇത് വളരെ സ്വാദിഷ്ടമാണ്. നമുക്ക് ഈ പുഡിങ്ങിന്റെ പുറത്തേക്ക് ഒരു പ്ലേറ്റ് എടുത്ത് വെക്കാം. അതിനുശേഷം പുഡിംഗ് പാത്രം അതിന്റെ പുറത്തേക്ക് കമത്തി വെക്കുക. എന്നിട്ട് കൈ കൊണ്ട് പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി പുഡിംഗ് പാത്രം പതുക്കെ പൊക്കി കൊടുക്കുക. ഇപ്പോൾ വളരെ ടേസ്റ്റിയും നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നമ്മുടെ ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.